പരിശുദ്ധമായ ശഅബാനിലാണ് ഏറെ മുബാറക്കായ ലൈലത്തുൽ ബറാഅത്തിന്റെ രാവ്. ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒട്ടേറെ മഹത്വങ്ങളുള്ള ഒരു രാവാണ് ലൈലത്തുൽ ബറാഅ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രാവിനെയും അതിന്റെ പകലിനെയും അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് വിധിയേകട്ടെ. ചില രാവുകളും ചില പകലുകളുമൊക്കെ അള്ളാഹു നമുക്ക് നൽകും. അതെന്തിനെന്ന് ചോദിച്ചാൽ, ഈ കുറഞ്ഞ കാലയളവ് മാത്രം വിധിക്കപ്പെട്ട മുത്തുനബിയുടെ ഉമ്മത്തിന് ആ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ 1000, 900, 800, 700 കൊല്ലമൊക്കെ ഇവിടെ ജീവിച്ച് കഴിഞ്ഞു പോയ ആ മുൻഗാമികൾ നേടിയെടുത്ത അവർ ചെയ്ത ഇബാദത്ത്, അത് ഫലമായി അവർ നേടിയെടുത്ത മഹത്വം, ആ മഹത്വത്തെ മറികടക്കാൻ ഈ ചെറിയ സമയത്തെ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് സാധിക്കും. അതിന് പുണ്യപ്പെട്ട ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചില ആളുകൾക്കൊന്നും അതിനൊരു തൗഫീക്ക് കിട്ടില്ല. അവരുടെ ആകെയുള്ള പണി അങ്ങനൊരു മഹത്വമുള്ള ദിവസങ്ങളൊന്നുമില്ല, അതിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങണ്ട, അതിനു വേണ്ടി പ്രത്യേകം ഇബാദത്ത് ചെയ്യണ്ട, അതിനു വേണ്ടി നോമ്പ് നോൽക്കണ്ട, ഒന്നും വേണ്ട 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 എന്ന് പറഞ്ഞ് അവസാനം എന്താ ഉണ്ടാകാവോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹത്വമുള്ള ദിവസത്തിനെ അവർ പരിഗണിക്കൂല, മഹത്വമുള്ള വ്യക്തികളെ അവർ പരിഗണിക്കൂല. ആദരിക്കേണ്ടതിന് ആദരിക്കുന്ന, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടാവില്ല. അവസാനം അത് കാരണമായി കൈ കടിക്കേണ്ടി വരും, വിരൽ കടിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനേ, ഇൻഷാ അല്ലാ ഈ വരുന്ന രാവിനെയും പകലിനെയും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അള്ളാഹു അതിനെ ആഫിയത്തും തൗഫീക്കും നൽകട്ടെ. അള്ളാഹു അതിന് ആഫിയത്തും തൗഫീക്കും നൽകട്ടെ. എന്നാണ് ബറാഅത്തിന്റെ രാവ്? എല്ലാവർക്കും അറിയാം, ശഅബാൻ 15 രാവാണ് അല്ലേ? ശഅബാൻ 15 രാവാണ്. എന്നാണ് ആ ശഅബാൻ 15 രാവ്? ഈ വരുന്ന ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രി, അതായത് ബുധനാഴ്ചയുടെ രാവ്, ബുധനാഴ്ച രാവ്. ഇൻഷാ അല്ലാ പടച്ചോനെ, ആ ദിവസം കൊണ്ട് നീ ഞങ്ങൾക്ക് എല്ലാ ഹൈറായ വിധികളും കണക്കുകൂട്ടലുകളും ഉണ്ടാക്കണമേ റബ്ബേ. ഒരു രാവിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരുകൾ വർദ്ധിക്കുന്നത് അതിൻ്റെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കും. ഒരുപാട് പേരിൽ അറിയപ്പെടുന്നൊരു രാവാണ് ബറാഅത്തിന്റെ രാവ്. അതിന് ലൈലത്തുൽ മുബാറക, വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പ്രയോഗിച്ചതങ്ങിനെയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തുള്ള ബൈത്തുൽ ഉസ്സയിലേക്ക് മൊത്തമായി നാം ഇറക്കിയത് ഈ ലൈലത്തുൽ മുബാറകയിലാണ്. ഏതാണ് ലൈലത്തുൽ മുബാറക? അത് ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാവാണ്. അതാണ് ബറാഅത്ത് രാവ്. അതിന്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ മുബാറക. ബറക്കത്തുള്ള രാവ്. ആ ബറക്കത്ത് കിട്ടാൻ പറ്റുന്ന നിലക്ക് അതിനെ ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെയോ ലൈലത്തുൽ ഖിസ്മത്തി വത്തഖ്ദീർ. അടിമകളുടെ കാര്യങ്ങൾ അല്ലാഹു കൃത്യമായി കണക്കാക്കുന്ന രാവെന്നും ഒരു പേരാ രാവിനുണ്ട്. ഓരോ വർഷത്തിലും അബ്ദിന് കൊടുക്കേണ്ടതെന്താണ്, തടഞ്ഞു വെക്കേണ്ടതെന്താണ്, കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന രാവെന്നും ഈ ബറാഅത്തിന്റെ രാവിന് പേരുണ്ട്. പിന്നെയോ വലൈലത്തുൽ തക്ഫീർ, ദോഷങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്ന രാവ്. ബറാഅത്തിന്റെ രാവിന്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ തക്ഫീർ. വലൈലത്തുൽ ഇജാബ, ജല്ല ജലാലായ റബ്ബിനോട് ദുആ ചെയ്യേണ്ട പ്രകാരം ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുന്ന ഒരു രാവെന്നും ആ ബറാഅത്തിന്റെ രാവിന്
പേരുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കണം. ഇത് ഉൾക്കൊണ്ട് അള്ളാഹു ആദരിച്ച രാവിനെ ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് ഇത് പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂട്ടത്തിൽ തൗഫീഖും ചോദിച്ചോളൂ. ആഫിയത്തും വേണം, തൗഫീഖും വേണം. രണ്ടും അല്ലാഹു നൽകട്ടെ. പിന്നെയോ ലൈലത്തുൽ ഹയാത്താക്കേണ്ട രാവ്, ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കേണ്ട രാവെന്നും ഈ രാവിന് പേരുണ്ട്. പിന്നെയോ ലൈലത്തു ഈദിൽ മലായിക, മഹാന്മാരായ മാലാകമാരുടെ പെരുന്നാളിന്റെ രാവ്. നമുക്ക് പെരുന്നാളുള്ളത് പോലെ മലക്കുകൾക്കുമുണ്ട് പെരുന്നാൾ. രണ്ട് പെരുന്നാളാണ് മനുഷ്യരെ നമുക്ക് അല്ലാഹു കണക്കാക്കിയത്. എന്നാൽ മലക്കുകൾക്ക് അല്ലാഹു കണക്കാക്കിയതും രണ്ട് പെരുന്നാളാണ്. അതിലൊന്ന് ലൈലത്തുൽ ബറാഅത്തിന്റെ രാവാണ്, മറ്റൊന്ന് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറാണ്. രണ്ടും ഉപയോഗപ്പെടുത്തി വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. മലക്കുകൾക്കുമുണ്ട് ആഘോഷത്തിന്റെ രാവ്. പിന്നെയോ ലൈലത്തു ശഫാഅത്തിന്റെ രാവെന്നും പേരുണ്ട്. ഈ രാവിനെ ഒരാൾ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ പരലോകത്തെ രാവ് അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. സമയങ്ങളും അള്ളാന്റെ കോടതിയിൽ സംസാരിക്കുമല്ലോ. റസൂലുള്ള പറഞ്ഞില്ലേ ഓരോ ദിവസത്തെ കുറിച്ചും? ഓരോ ദിവസവും പ്രഭാതം തന്നെ വിളിച്ചു പറയുമത്രേ, അനയൗമുൻ ജദീദ്, أنا يوم جديد وأنا على عملك شهيد. സഹോദര, ഇതാ ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ്. ഇന്നലത്തെ ദിവസമല്ല ഇന്നത്തെ ഈ ദിവസം. ഇതൊരു പുതിയ ദിവസമാണ്. ഈ ദിവസമല്ല നാളത്തെ ദിവസം. ഓരോ ദിവസവും അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പൊന്നുമോനെ പൊന്നുമോളെ, അനയൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. ഒരു കാര്യം നിന്നോട് പറയാനുള്ളത്, ഷഹീദ്, നാളെ അള്ളാന്റെ കോടതിയിൽ നീ ചെയ്ത അമലിന് ഞാൻ സാക്ഷിയായി ഉണ്ടാകും. അതുകൊണ്ട് നിനക്ക് നല്ലത് വരണം. നീ ചെയ്യുന്ന നന്മക്ക് സാക്ഷി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. പരമാവധി നീ ഹൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്ക്, അതുമായി ബന്ധപ്പെട്ട് കഴിയൂ എന്ന് ഓരോ ദിവസവും ഗുണദോഷിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചില രാവും പകലൊക്കെ ഉണ്ടാവും മഹ്ശറയിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ലൈലത്തു ശഫാഅത്തിന്റെ രാവാണ്, ബറാഅത്തിന്റെ രാവ്. പിന്നെയോ ലൈലത്തുൽ ജായിസ, മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ സമ്മാനത്തിന്റെ രാവാണ് ലൈലത്തുൽ ജായിസത്ത് എന്ന് പറഞ്ഞ സമ്മാനം എന്ന അർത്ഥം. അത് അള്ളാഹു തന്ന സമ്മാനാണ് കൂട്ടരെ. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരുപാട് ലൈലത്തുൽ ഗുഫ്റാൻ, ദോഷങ്ങൾ മൊത്തമായും പുറത്തു കൊടുക്കുന്ന രാവ്. അതാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹിയ മിനൽ ലയാലി അല്ലതി യുസ്തജാബു ഫീഹ ദുആക്ക് ഇജാബത്തുള്ള അനുഗ്രഹീത രാവാണ് ഈ ബറാഅത്തി ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ്. കൊല്ലത്തിൽ 5 രാവുകൾക്ക് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിൽ ഒരു രാവ് ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവാണ്. ഇൻഷാ അല്ലാഹ് ആ രാവിനെ നന്നായി ഉപയോഗപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളിൽ, സച്ചരിതരിൽ പടച്ച റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ.